നടന്നുകൊണ്ടിരിക്കുന്ന അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഗവർണറെ നേരിട്ടറിയിക്കാനാണ് ഞാനിവിടെ വന്നത്. വാസ്തവത്തിൽ ഒരു കാര്യവുമില്ലാതെയാണ് വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഒരാൾക്കെതിരായിട്ട് പരാതി വരികയും കുറ്റം ആരോപിക്കുകയും പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അതൊരു ശിക്ഷയല്ല. അന്വേഷണ വിധേയമായി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള മാർഗം ഒന്ന് സസ്പെൻഡ് ചെയ്ത ആൾ അത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുക, അല്ലെങ്കിൽ ആവശ്യപ്പെടുക, അതല്ലെങ്കിൽ അയാളുടെ മുകളിലുള്ള ആളോട് ആവശ്യപ്പെടുക, അഭ്യർത്ഥിക്കുക, അതല്ലെങ്കിൽ കോടതിയിൽ പോവുക. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം വൈസ് ചാൻസലറോടോ സിൻഡിക്കേറ്റിനോടോ ചാൻസലറോടോ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നേരെ കോടതിയിൽ പോയി. അത് ചെയ്യാവുന്നതാണ്, ഏതൊരു പൗരനും ചെയ്യാവുന്നതാണ്. കോടതിയിൽ ചെന്നിട്ട് അദ്ദേഹം കേസ് കൊടുത്തു. അപ്പോൾ കോടതി പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് വിശദമായി കേൾക്കാമെന്ന്. പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു എനിക്ക് പരാതിയില്ല, ഞാനത് പിൻവലിക്കുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നു എൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന്. അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയുന്നതിൻ്റെ രേഖ എവിടെ കാണിച്ചിട്ടില്ല. ആരാണ് പിൻവലിച്ചതെന്നും ആർക്കും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് പിൻവലിച്ചു എന്നാണ്. അതിന് കൂടിയിട്ടില്ല. സിൻഡിക്കേറ്റ് എങ്ങനെയാണ് കൂടുക? സിൻഡിക്കേറ്റ് കൂടണമെങ്കിൽ അതിന് വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണം. എന്നിട്ട് അതിലൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനം വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാൻ വൈസ് ചാൻസലർ ഒപ്പിടണം. ഇതൊന്നും നടന്നിട്ടില്ല. ഉദാഹരണത്തിന് നമ്മൾ കേരള അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ അത് ഡിസോൾവ് ചെയ്യും, എന്നിട്ട് സ്പീക്കർ അങ്ങ് പോകും. അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ വട്ടമിട്ടിരുന്ന് ഞങ്ങളാണ് അസംബ്ലി, ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിലെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിൻഡിക്കേറ്റ് രേഖ എവിടെ? അതിന് ആരാണ് ഒപ്പിട്ടിട്ടുള്ളത്? അപ്പം ഇല്ലാത്തൊരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് വ്യാജമായിട്ട് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ലല്ലോ. സസ്പെൻഷൻ ശിക്ഷയുമല്ലല്ലോ. സസ്പെൻഷനുമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് നൽകിയിട്ടില്ല. ഒരു പരാതി ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അപ്പോൾ ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പരിഗണിക്കും. ഇതൊന്നുമില്ലാതെ യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈസ് ചാൻസലറുടെയോ ഒന്നുമല്ല, പാവപ്പെട്ട ജനങ്ങളുടെയാണ്. പാവപ്പെട്ട ജനങ്ങൾ